ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ സമൂസയാണ്. അതിന് വേണ്ടുന്നത് പാത്രം അടപ്പിൽ വെക്കാം. വെള്ളം ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കോളിഫ്ലവർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. വെള്ളം ചൂടായതിന് ശേഷം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അതും വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് അത് മാറ്റാം. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. ചെറുതായിട്ടരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളൊക്കെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണേ. ക്യാരറ്റൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസും കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടാം. മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ മുളകിൻ്റെ എല്ലാം പച്ചച്ചുവ എല്ലാം മാറണം. എരി ഇച്ചിരും കൂടി വേണമെന്നുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടി 1 സ്പൂണും കൂടി ഇടണം. ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിയുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടായിരുന്നല്ലോ, അന്നേരം പാകത്തിനുള്ള എരിയുണ്ട്. എരി ഇച്ചിരും കൂടി വേണമെന്നുള്ളവരാണെങ്കിൽ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടും. ഇതിനകത്ത് ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ നമുക്കിടാം. പൊട്ടറ്റോ ഇടാം, അത് കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ട്, മുട്ടക്കോസ് എല്ലാം വേണമെങ്കിൽ നമുക്കിടാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സമൂസ ഉണ്ടാക്കുന്ന ഷീറ്റ് നമുക്ക് എടുക്കാം. ഷീറ്റ് എടുത്ത് കോണോട് കോണെടുത്ത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് മടക്കിയതിന് ശേഷം ബാക്കി വന്ന ഭാഗത്ത് മൈദ നമുക്ക് കലക്കി വെച്ചത് തേച്ച് കൊടുക്കാം. പിന്നെ നമുക്കതും മടക്കാം. റെഡിയായി. ബാക്കി സമൂസ നമ്മൾ റെഡിയാക്കി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ സമൂസ ഇട്ട് കൊടുക്കാം.
മൂത്തിട്ടുണ്ട്, എങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ടും എടുക്കാം. ബാക്കിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.